ഞാനിങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് വാങ്ങാൻ പറ്റിയതായിട്ട് ഒന്നുമില്ല. കാര്യം ഇവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ മാനുഫാക്ചർ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. ഇതെല്ലാം പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന കാര്യം. ഇവർക്കുണ്ട് വൂളൻ സ്വെറ്റേഴ്സ്, ഈ വൂള് കൊണ്ടുള്ള ഷോൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർക്ക് സ്വന്തമാണ്. പിന്നെ ഇവരുടെ സ്വന്തം എന്ന് പറഞ്ഞാൽ ബോൾ മിഠായി എന്ന് പറയുന്നൊരു സ്വീറ്റാണ്. അതും ഈ സ്ഥലത്തിൻ്റെ മാത്രം പ്രത്യേകത. അൽമോറയുടെ സ്പെഷ്യാലിറ്റിയാണ്. അതും ഇവിടെയുള്ള ബേക്കറീസിലും സ്പെഷ്യൽ കടകളിലും കാണാം. അതിൻ്റെ ഏറ്റവും പഴക്കം ചെന്നൊരു കടയുണ്ട്, അവരാണ് ഇതിൻ്റെ തുടക്കക്കാർ. ആ ഷോപ്പും നമുക്ക് ഈ കൂട്ടത്തിൽ അന്വേഷിച്ച് കണ്ടെത്തണം. അതും മോൾ റോഡിൽ തന്നെയാണ് കണ്ടെത്താൻ സാധിക്കും. അത് പക്ഷേ കാറൊക്കെ പോകുന്ന ഒരു ഏരിയയിൽ കൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ വീണ്ടും ഒരു ഫ്രൂട്ട് കടയുടെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ്. ഇവിടെ ആളുണ്ട്. ഓക്കെ, ഈ ഇസ്കനാ ഖർബൂജ് എന്നൊക്കെ പറയണം, എനിക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ നല്ല മണമൊക്കെ ഉണ്ട്, നല്ലൊരു ഫ്രൂട്ടിൻ്റെ മണം. ആൻഡ് ഇസ്ക ദാം കിലോ 40 rupees കിലോ. അപ്പോൾ ഒന്ന് തൂക്കാം. ഹാഫ് kg 20 rupees. 20 രൂപ ഒരെണ്ണം, 20 രൂപ. ഓക്കെ, ഒരെണ്ണം മേടിച്ചു. പിന്നെ പഴമൊക്കെ ഉണ്ട്, നമ്മുടെ ഏത്തപ്പഴം പോലെയൊക്കെ ഇരിക്കുന്നു, എന്താണെന്ന് അറിയില്ല. ഇതൊരു ഫ്രൂട്ട്, ഇതെന്തായാലും കഴിച്ച് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ എന്താണ് സാധനം. ഞാൻ എന്തായാലും ഒരു കത്തി മേടിച്ച് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാൻ പോവാം. അല്ല, ഇത് 18 രൂപയായുള്ളൂ, 2 രൂപ തിരിച്ചു തന്നു. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് ഒരു പിടിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്രൂട്ട് കഴിക്കുന്നത്. മത്തങ്ങ പോലെയൊക്കെ തോന്നുന്നു കണ്ടിട്ട്, പക്ഷെ അതല്ല ഇത് സാധനം. ഇതിൻ്റെയൊക്കെ ഫാമിലി ഒന്ന് തന്നെയാണ്. വെള്ളരിക്ക ഫാമിലി, തണ്ണിമത്തൻ്റെ ഫാമിലി ഒക്കെയാണ്. ഇതാണ് സംഭവം. പറയാം, ഒരു പഴുത്ത എന്താ പറയുക, മധുരമുള്ള വെള്ളരിക്ക കഴിക്കുന്ന പോലെയൊക്കെ ഉണ്ട് ഏകദേശം. നല്ല രസമുണ്ട് കേട്ടോ, ടേസ്റ്റി, നൈസ് ഫ്രൂട്ട്, നല്ല മണം. വെള്ളരിക്ക തന്നെയാണ്, മധുരമുള്ള വെള്ളരിക്ക, അതന്നെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ ഫ്രൂട്ട് കട്ട് ചെയ്ത് കഴിച്ച് നോക്കി. ആ ഫ്രൂട്ടിന് ശരിക്കും പറഞ്ഞാൽ ഒരു പഴുത്ത വെള്ളരിക്കാന്ന് ഞാൻ പറഞ്ഞു, എങ്കിലും ചെറിയൊരു ചക്കപ്പഴത്തിൻ്റെ ഒരു മണം, പിന്നെ മാങ്ങയുടെ ഒരു സ്വാദം, എല്ലാം കൂടെ മിക്സ് ചെയ്താണ് വരുന്നത്. വാട്ടർമെലൻ്റെ ഫാമിലി, ഒരു മസ്ക് മെലൺ പോലത്തെ ഒരു കാര്യമായിട്ട് തോന്നുന്നു. എന്തായാലും സംഗതി കൊള്ളാം. ഇത് മറ്റൊരു കടയാണ്. ഇവിടെ ഇങ്ങനെ കുറേ ഫ്രൂട്ട്സ് എല്ലാം കൂടെ ചെന്ന് പാക്ക് ചെയ്ത് ഇങ്ങനെ ഗിഫ്റ്റ് പാക്ക് പോലെ വെച്ചിരിക്കുക. ഗിഫ്റ്റ് പാക്ക് ഷാദിക്ക. ഓ അയ്യോ, കല്യാണത്തിൻ്റെ സമയത്ത് കൊടുക്കുന്ന ഗിഫ്റ്റുകളൊക്കെയാണ് ഫ്രൂട്ട്സിൻ്റെ. കിത്തന 500 രൂപ. ഭയങ്കര ഭാരം. അയ്യോ, അടുപൊടിയും ഒരു 500 രൂപയുടെ ഒരു ഗിഫ്റ്റ്. ഇത് കല്യാണത്തിന് ചടങ്ങാണിത്. ഫ്രൂട്ട്സ് എല്ലാം വെച്ചൊരു ഗിഫ്റ്റ് പാക്കിങ്. പല സ്ഥലങ്ങളുടെയും കല്യാണങ്ങൾ പല രീതിയിലാണ് ചെയ്യുന്നത്. ഒരുപാട് സമ്മാനങ്ങൾ കൊടുക്കുന്നത്, അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട്. തിരക്ക് കൂടി വരികയാണ് നമ്മളുടെ ബസാർ ഏരിയയിൽ. കണ്ടില്ലേ, തിക്കും തിരക്കും. പെഡസ്ട്രിയൻസ് മാത്രമേ ഉള്ളൂ, കാൽനടക്കാർ മാത്രമേ ഉള്ളൂ, പക്ഷേ ധാരാളം, അത് തന്നെ കൂടുതലാണ്. ഇനി ഇതിൻ്റെ ഇടയിൽ സൈക്കിളും ഓട്ടോയും കൂടെ വന്നാലുള്ള സീൻ ആലോചിച്ച് നോക്കും. അല്ലാണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. മുഖമൊക്കെ കവർ ചെയ്ത് നടക്കേണ്ട കേസാണ്. വൃത്തി കുറവാണ്, പൊല്യൂഷനുണ്ട്. അണുബാധയെല്ലാം വരാം സാധ്യതയുണ്ട്. ഇവിടെയൊക്കെ ഒരുപാട് ഈച്ച അത് ഇതൊക്കെ ഉണ്ട്, പൊടി, ഭയങ്കര ഡസ്റ്റ്. ഇതെനിക്ക് തോന്നുന്നു ഈ കടയിൽ കംപ്ലീറ്റ് ഈ ഷാദിയുടെ പിന്നെ ഉത്സവത്തിനുള്ള ഡ്രസ്സ്, അമ്പലങ്ങളിലേക്ക്, പിന്നെ കല്യാണ സ്പെഷ്യൽ അങ്ങനത്തെ ഡ്രസ്സുകളാണ്. ഒരുപാട് ഈ മിനുക്കെല്ലാം ഉള്ള ഡ്രസ്സസ് കണ്ടില്ലേ, മിനുക്ക് സാരീസ് കൂടുതലാണ്, കേട്ട് അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാം കളർഫുൾ. കിത്തന 1500 1500 രൂപയുടെ സാരീസ്, ഫുൾ സീക്വൻസ് ഒക്കെ വെച്ചിട്ടുള്ള സാരീസാണ്. 1500.
That yellow saree? ये same, huh? Same. Double shade. Yeah. ये net type, huh? No. See through. Tissue. അത് ടിഷ്യൂ സാരിയാണ്. 1000 एक हजार. ഭംഗിയുണ്ട്. 1000 രൂപ. ഇത് ടിഷ്യൂ സാരിയാണ്. കൊള്ളാം അല്ലേ? ഇത് അത്യാവശ്യം നല്ല സാരിയാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നമുക്ക് ഷൂട്ടിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാരിയാണെന്ന് തോന്നുന്നു. ടിഷ്യൂ ആണ്, കുറച്ച് സീത്രൂ ആണ്, പക്ഷെ അതങ്ങനെ പിൻ ചെയ്ത് വെക്കണം. ഏത് കളർ വേണം? ഒരെണ്ണം എടുക്കണം എന്നുണ്ട്, അതിലേത് വേണം എന്നാണ് ഞാൻ നോക്കുന്നത്, ഏത് കളർ. എല്ലാ കളേഴ്സും ഉണ്ട്, പിങ്ക്, ഗ്രീന്. ट्रेडिशनल क्या है? साड़ी ये ഓ തലയിൽ കൂടെ ഇവിടെ കല്യാണത്തിന് ഇടുന്ന ട്രഡീഷണൽ ഒരു കാര്യം. ഓ ഷാരി കമ്പൽസറിയാണ് ഇത്. സാരി ഇത് തലയിൽ കൂടി ഇടുന്നത് കല്യാണത്തിന് ഇവിടെ കമ്പൽസറിയാണ്. ഇത് ട്രഡീഷണൽ ഡിസൈനാണ്, ഇത് കല്യാണങ്ങൾക്ക് പ്രത്യേകം ചെയ്യുന്നതാണ്. ശംഖ് ചക്ര ഓക്കെ, അതെല്ലാം വെച്ചിട്ട് ഡിസൈനാണ്. ഇതിങ്ങനെ തലയിൽ കൂടി ഓഹാ ഈ ഐസ ബസ്. ഈ സാധനം ഇങ്ങനെ ഇട്ടാൽ മാത്രമേ ഇവിടെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ ആൾക്കാർക്ക്. ഇത് കമ്പൽസറിയാണ്, ഈ കാര്യം ഇട്ടിട്ടാണ് ഇവിടെ വിവാഹം. ആ ഇതിട്ടിട്ട് എന്നെ കണ്ടിട്ടൊരു കല്യാണപ്പെടിനെ പോലെ ഉണ്ട്. അയ്യടാ, ഇതാണ് സംഭവം, മനസ്സിലായി. ഇത് നിർബന്ധമാണ് ഇവിടെ, ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. തല ഇങ്ങനെ ഈ ഒരു ക്ലോത്ത് വെച്ചവർ കവർ ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ബ്രൈഡ്സ് ഇങ്ങനെയാണ് ഒരുങ്ങി വരുന്നത്. അപ്പോൾ എത്ര കോസ്റ്റ്ലി സാരി അല്ലെങ്കിൽ എങ്ങനത്തെ സാരി ആണെങ്കിലും അവരുടെ തലയിൽ ഈ കാര്യം ഉണ്ടാകും. ഇത് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ഇസ്കാ നാം ക്യാ ഹേ? പിച്ചോട എന്നാണ് ഇതിന് പറയുന്നത്. ഏ കിത്തനാ ഹേ? 900 റുപ്പീസേ ഉള്ളൂ. ഇത് പിച്ചോട എന്നാണ് അതിന് പറയുന്നത്. അത് തലയിലെ ഹെഡ് ഗിയർ പോലെ, ആണുങ്ങൾ ഇങ്ങനെ തൊപ്പി വയ്ക്കുന്ന പോലെ സ്ത്രീകൾ ഇതിട്ടിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഹോളി ഫങ്ഷൻസിനെല്ലാം ഇപ്പം എന്താ പറയുക, വിവാഹം മാത്രമല്ല അല്ലാത്ത ഫങ്ഷൻസിനും പിന്നെ കുഞ്ഞിന് പേരിടൽ അങ്ങനത്തെ എന്ത് കാര്യത്തിനും ഇങ്ങനെ തലയിൽ ഇടുന്നുള്ളൂ. മാരീഡ് ലേഡീസ് ഇടണം എന്നുള്ളതാണ് കമ്പൽസറി. തലമുടി കവർ ചെയ്യണം. അപ്പോൾ രംഗ്വാലി പിച്ചോട എന്ന് പറയുന്ന തലയിലിടുന്ന ഈ ഹോളി ഒക്കേഷൻസിന്, വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന പിച്ചോട എന്ന് പറയുന്ന റംഗ്വാലി പിച്ചോട, അത് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ്. ഈ അൽമോറയിൽ ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ഒരു കാര്യം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് ബോൾ മിഠായി, പിന്നെ ഉള്ളത് കോപ്പർ വെസൽസ്. ഈ 3 കാര്യങ്ങളാണ് ഇവർക്ക് സ്വന്തമായിട്ടുള്ളത്. സാരി മേക്കിംഗ് ഒന്നും ഇവിടെ ഈ സബ് സൂറത്ത് से आता है. ഇത് വെളിയിൽ നിന്ന് വരുന്നതാണ്, പക്ഷെ അതുകൊണ്ട് കുറച്ച് വില കൂടുതൽ കൊടുത്താണ് വാങ്ങിക്കുന്നത്. ബട്ട് പിച്ചോട എന്ന് പറയുന്ന തലയിലെടുത്ത സാധനം ലോക്കൽ മേക്കാണ്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് 2 സാരി വാങ്ങാൻ തീരുമാനമായി. 2 സാരി മേടിച്ച് ഇനിയിപ്പോൾ സൂറത്ത് വരെ പോകണ്ടേ, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇച്ചിരി കുറച്ച് 100-200 അല്ലെങ്കിൽ 500 ഒരു 300 രൂപയുടെ ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. സാരമില്ല, മേടിച്ചിരിക്കാം, കണ്ടിഷ്ടമായതല്ലേ. ഓക്കെ, കവറിന് അങ്ങനെ 2 സാരി വാങ്ങിച്ചു. മെറൂൺ, റെഡിഷ് മെറൂണും ഒരു ലൈറ്റ്, ഒരു ഗ്രീനിൻ്റെ ഒരു ലൈറ്റ് ഷെയ്ഡ്. ഇരിക്കട്ടെ 2 സാരി. വാങ്ങിയില്ല എന്ന് വേണ്ട, പർച്ചേസ് ചെയ്യാതെ ഇങ്ങനെ എന്നെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഞാൻ. പക്ഷെ നടക്കില്ല. സാരി വാങ്ങി, വള വാങ്ങി, ഇനി ബോൾ മിഠായിയുടെ ഭാഗത്തേക്ക് പോകണം. അവിടുത്തെ കാര്യങ്ങൾ കാണാം.